നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ഒല്ലൂർ ആനക്കല്ല് ആറാംകല്ലിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ചൂലിശ്ശേരി തുപ്പിലിശ്ശേരി വീട്ടിൽ സന്തോഷിനാണ് പരിക്കേറ്റത്. 2 പതിറ്റാണ്ടായിട്ടും നിർമ്മാണം പൂർത്തിയാകാത്ത ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പേരിൽ പുതുക്കാട് മണ്ഡലത്തിൽ രാഷ്ട്രീയ പോര്. പദ്ധതി പൂർത്തിയാക്കുന്നതിൽ സർക്കാരും MLAയും പരാജയപ്പെട്ടുവെന്നാരോപിച്ച് UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ ശക്തമായ ജനവികാരമാണ് പ്രദേശത്ത് ഉയരുന്നത്. 20 വർഷമായി തുടരുന്ന ഈ കാത്തിരിപ്പിന് അറുതി വരുത്താത്ത അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് UDF പ്രവർത്തകർ തെരുവിലിറങ്ങിയത്. DCC സെക്രട്ടറി KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ KL ജോസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അനിൽ കുനിയത്ത്, മണ്ഡലം പ്രസിഡന്റ് P ഗോപാലകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാൻഡോ നന്ദിപുലം, പുതുക്കാട് നിയോജക മണ്ഡലം കർഷക കോൺഗ്രസ് പ്രസിഡന്റ് റിൻഡോ നെരിനാംപിള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു. പണി പൂർത്തിയാക്കി പാലം തുറന്നു കൊടുക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് UDFന്റെ തീരുമാനം. ഈ പ്രതിഷേധ യോഗവും പ്രതിഷേധ ജ്വാലയും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ഏറ്റവും പ്രിയപ്പെട്ട KM ബാബുരാജ്, മുൻ കോൺഗ്രസ് പാർട്ടിയുടെ ബ്ലോക്ക് പ്രസിഡന്റും കഴിഞ്ഞ 5 വർഷം പുതുക്കാട് പഞ്ചായത്തിന്റെ പ്രസിഡന്റുമായിരുന്ന, ഇപ്പോൾ DCCയുടെ സെക്രട്ടറിയാണ്. ഏറെ പ്രതീക്ഷ നൽകുന്ന, നാടിന്റെ വികസനത്തിൽ പങ്കാളിയാവുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും ബഹുമാന്യനായ KM ബാബുരാജ്. തൃശൂർ കോൺഗ്രസിൽ സീറ്റ് കച്ചവടമെന്ന വ്യാപക പോസ്റ്റർ. നിയമസഭാ സീറ്റ് കച്ചവടത്തിന് കോൺഗ്രസ് കൂട്ടുനിൽക്കരുതെന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. സേവ് കോൺഗ്രസിന്റെ പേരിൽ തൃശൂരിലാണ് പോസ്റ്ററുകൾ പതിച്ചിട്ടുള്ളത്. കോൺഗ്രസിൽ വർഗീയ പ്രീണനമാണ് നടക്കുന്നതെന്നും പോസ്റ്ററിൽ ആരോപിക്കുന്നു. തൃശൂർ DCCക്ക് മുന്നിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. തൃശൂർ സീറ്റ് ക്രൈസ്തവർക്ക് കാശിനു വേണ്ടി വിറ്റുവെന്നും DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്, മുൻ MLA MP വിൻസെന്റ് എന്നിവരാണ് സീറ്റ് വിൽപ്പനയ്ക്ക് പിന്നിലെന്നും പോസ്റ്ററിൽ പറയുന്നു. തൃശൂരിൽ രാജൻ പല്ലൻ സ്ഥാനാർത്ഥിയാകും എന്ന സൂചനകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. കുന്നംകുളം പൊർക്കളേങ്ങാട് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ വൈദ്യുതി തൂണിലിടിച്ച് ഡ്രൈവർ മരിച്ചു. മുസ്ലിം വീട്ടിൽ മജീദിന്റെ മകൻ ഇല്യാസാണ് മരിച്ചത്. 79 വയസ്സായിരുന്നു. ഞായറാഴ്ച രാത്രി 11:20ഓടെയായിരുന്നു അപകടം. ഇറക്കവും വളവുമുള്ള റോഡിൽ ഓട്ടോ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിൽ ചെന്ന് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ മറിഞ്ഞ ഓട്ടോറിക്ഷ ഇല്യാസിന്റെ ദേഹത്തേക്കാണ് വീണത്. ഇല്യാസിനെ ഉടൻ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഇനി കാണാം ബിസിനസ് വാർത്ത. കുതിച്ചുയരുന്ന പെട്രോൾ വിലയിൽ വലയുന്ന സാധാരണക്കാർക്ക് ആശ്വാസമായി കല്ലൂരിൽ ഇലക്ട്രിക് വാഹന വിപ്ലവം തുടങ്ങുന്നു. പ്രമുഖ ഇലക്ട്രിക് വാഹന ബ്രാൻഡായ കോമാക്കിയുടെ അത്യാധുനിക ഷോറൂം കല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. 36 വർഷത്തെ വിശ്വസ്തമായ സേവന പാരമ്പര്യമുള്ള റിങ്സ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ റിങ്സ് ഇലക്ട്രിക് സ്കൂട്ടർ ആൻഡ് ബൈക്സാണ് ഈ പുതിയ ചുവടുവയ്പ് നടത്തുന്നത്. കല്ലൂർ മാവിൻചുവട് മുസ്ലിം പള്ളി ബസ് സ്റ്റോപ്പിന് സമീപമുള്ള RBQ ബിൽഡിംഗിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഷോറൂമിന്റെ ഉദ്ഘാടനം സുബിത വിനോദ് നിർവഹിച്ചു. ചടങ്ങിൽ ഉടമ KG വിനോദ്, മാനേജർ KB സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു. കുട്ടനെല്ലൂർ, ചൊവ്വൂർ എന്നിവിടങ്ങളിലെ വിജയകരമായ പ്രവർത്തനത്തിന് ശേഷമാണ് റിങ്സ് ഗ്രൂപ്പ് ഇപ്പോൾ കല്ലൂരിലും തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നത്. പെട്രോൾ ചെലവില്ലാതെ കുറഞ്ഞ ചെലവിൽ യാത്ര ആഗ്രഹിക്കുന്നവർക്കായി വെറും 52,900 രൂപ മുതൽ ആരംഭിക്കുന്ന ആകർഷകമായ മോഡലുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വാഹനങ്ങളുടെ വിൽപ്പനയ്ക്ക് പുറമെ കൃത്യമായ സർവീസ് സൗകര്യങ്ങളും സ്പെയർ പാർട്സുകളുടെ ലഭ്യതയും ഇവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഉപഭോക്താക്കൾക്കായി ലളിതമായ രീതിയിലുള്ള ഈസി ലോൺ സൗകര്യവും മാനേജ്മെന്റ് ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഷോറൂം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. കല്ലൂർ മുസ്ലിം പള്ളിക്ക് എതിർവശമുള്ള ഒരു ഷോറൂമാണ്. അപ്പോൾ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ലൈസൻസ് വേണ്ട, രജിസ്ട്രേഷൻ വേണ്ട. അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിച്ച് ഉപയോഗിക്കുന്നവർ നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യാം. ഞങ്ങളിവിടെ ഒരു പുതിയ ഇലക്ട്രിക് ഷോപ്പ് തുടങ്ങിയിരിക്കുകയാണ്. EV സ്കൂട്ടറിൻ്റെ അതിൽ ലൈസൻസ് വേണ്ടാത്തതും രജിസ്ട്രേഷൻ വേണ്ടാത്തതായിട്ടുള്ള വണ്ടികളാണ്. കല്ലൂർ മുസ്ലിം പള്ളി സ്റ്റോപ്പിലാണ് നമ്മുടെ ഷോപ്പ് തുടങ്ങിയിട്ടുള്ളത്.
നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഷോപ്പിൽ സന്ദർശിക്കാവുന്നതാണ്. പിന്നെ 52,900 മുതലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളത് ചൊവ്വൂരാണ് നമ്മുടെ ഷോറൂം വരുന്നത്. പിന്നെ കുട്ടനെല്ലൂരും 2 ഷോപ്പുകളുണ്ട്. ഇതടക്കം 3ാമത്തെ ഇപ്പോൾ പുതിയത് ഉദ്ഘാടനം കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഇലക്ട്രിക്കൽ സ്കൂട്ടറിൻ്റെ ഒരു ഷോറൂം കൂടെ കല്ലൂർ മുസ്ലിം പള്ളി സ്റ്റോപ്പിൽ ആരംഭിച്ചിരിക്കുകയാണ്. റിങ്സ് ഇലക്ട്രിക്കൽ സ്കൂട്ടർ ആൻഡ് ബൈക്സ് ഞങ്ങളുടെ വണ്ടികൾ കൊമാക്കിയുടെ വണ്ടികളാണ് കൂടുതലും ഇത് ചെയ്യുന്നത്. ഒന്നും രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത വണ്ടികളാണ്. രജിസ്ട്രേഷൻ വേണ്ട, ലൈസൻസ് വേണ്ട. അപ്പോൾ വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 52,900 അവിടെ നിങ്ങളുടെ ഓരോ പല വേരിയൻറ്റിലും പല വ്യത്യാസമായിട്ട് വില വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ചൊവ്വൂർ ഒരു ഷോറൂമുണ്ട്, കുട്ടനല്ലൂർ ഷോറൂമുണ്ട്. കുട്ടനല്ലൂർ ഷോറൂം എന്ന് പറയുമ്പോൾ ഷോറൂമിനോട് അനുബന്ധിച്ച് തന്നെ ഞങ്ങൾക്ക് വർക്ക്ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ എല്ലാ സർവീസും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. കല്ലൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും വാഹനപ്രേമികൾക്ക് കൊമാക്കിയുടെ കരുത്തുറ്റ ഇലക്ട്രിക് വാഹനങ്ങൾ ഇനി നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് സ്വന്തമാക്കാം. ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ലാത്ത മോഡലുകൾ ഇവിടെ നിന്ന് ലഭിക്കും. ചൊവ്വൂരിലും കുട്ടനെല്ലൂരിലും ഷോറൂമുകളുള്ള റിങ്സ് ഇലക്ട്രിക് സ്കൂട്ടർ ആൻഡ് ബൈക്സിന്റെ 3ാമത്തെ ഷോറൂമാണ് കല്ലൂരിലേത്. ഇലക്ട്രിക് 2 വീലേഴ്സിന്റെ വിൽപ്പനയിലും സർവീസിലും പാർട്സ് ലഭ്യതയിലും മികവ് തെളിയിച്ച സ്ഥാപനമാണ് ഇത്. സർവീസിന് മറ്റു സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടതില്ലെന്ന പ്രത്യേകതയും ഉണ്ട്. കൊമാക്കി ഇലക്ട്രിക് വെഹിക്കിൾ ഡിവിഷന്റെ ഓതറൈസ്ഡ് ഡീലർ കൂടിയാണ് റിങ്സ് ഗ്രൂപ്പ്. റിങ്സ് ഇലക്ട്രിക് സ്കൂട്ടർ ആൻഡ് ബൈക്സ് RBQ ബിൽഡിംഗ്, മാവിൻചുവട് മുസ്ലിം പള്ളി റോഡ് സ്റ്റോപ്പിന് സമീപം, കല്ലൂർ. കൂടുതൽ വിവരങ്ങൾക്കായി 9476761688 അല്ലെങ്കിൽ 7012227881 അല്ലെങ്കിൽ 9947764181 അല്ലെങ്കിൽ 7012431648 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. അതിരൂപത ദർശന സഭാ സമൂഹത്തിന്റെ 15ാമത് സംഗമവും പൊതുസമ്മേളനവും വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ നടന്നു. അതിരൂപതയിലെ വിവിധ ഇടവകളിൽ നിന്നുള്ള ദർശന സഭാംഗങ്ങൾ പങ്കെടുത്ത സംഗമത്തിൽ ആത്മീയ ചടങ്ങുകളും സാമൂഹിക ചർച്ചകളും നടന്നു. അതിരൂപത ദർശന സഭാ സമൂഹത്തിന്റെ 15ാമത് സംഗമവും പൊതുസമ്മേളനവും വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ നടന്നു. അതിരൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള ദർശന സഭാംഗങ്ങൾ പങ്കെടുത്ത സംഗമത്തിൽ ആത്മീയ ചടങ്ങുകളും സാമൂഹിക ചർച്ചകളും നടന്നു. രാവിലെ 9:40 പതാക ഉയർത്തലോടെയാണ് മഹാസംഗമത്തിന് തുടക്കമായത്. തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുർബാനയ്ക്ക് ശേഷം ഭക്തി നിർഭരമായ പ്രദക്ഷിണവും നടന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം അതിരൂപത വികാരി ജനറൽ മോൻ ജെയ്സൺ കുനംപ്ലാക്കൽ ഉദ്ഘാടനം ചെയ്തു. പള്ളിക്കുന്ന് ഇടവക വികാരി ഫാദർ ആൻഡോ ചിരിയങ്കണ്ടത്ത് അധ്യക്ഷത വഹിച്ചു. ദർശനസഭ അതിരൂപത ഡയറക്ടർ ഫാദർ പോൾസൺ പാലത്തിങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ അതിരൂപത ദർശന സഭാ സമൂഹം പ്രസിഡന്റ് വർഗീസ് തെക്കേത്തല, സെക്രട്ടറി CC വിൻസെന്റ്, ട്രഷറർ ഹെൻറി ലൂക്കോസ്, പള്ളിക്കുന്ന് ഇടവക സഹവികാരി ഫാദർ ജീസ്മോൻ ചെമ്മണ്ണൂർ, പള്ളിക്കുന്ന് കോൺവെന്റ് മദർ സിസ്റ്റർ ജസ്മിൻ കുര്യൻ, തൃശൂർ അതിരൂപത ഏകോപന സമിതി സെക്രട്ടറി ഷിൻഡോ മാത്യു, പള്ളിക്കുന്ന് ട്രസ്റ്റി ആന്റണി വെളിയനാട്ടുകാരൻ, പള്ളിക്കുന്ന് ഏകോപന സമിതി പ്രസിഡന്റ് ജോസ് പള്ളിപ്പുറത്തുകാരൻ, തൃശൂർ അതിരൂപത ദർശന സഭാ സമൂഹം വൈസ് പ്രസിഡന്റ് MK ജോഷി, ജോയിന്റ് സെക്രട്ടറി ടോമി തോലത്ത്, 15ാമത് മഹാസംഗമം പ്രോഗ്രാം കൺവീനർ ജെയിംസ് തിദായി, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി പ്രസിഡന്റും പള്ളിക്കുന്ന് ദർശന സഭാ സമൂഹം പ്രസിഡന്റുമായ ഷാജേഷ് തൈവളപ്പിൽ തുടങ്ങിയവരും പ്രസംഗിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. മരണാനന്തര പരസ്പര സഹായനിധി ഭേദഗതി, അവാർഡ് വിതരണം, സംഭാവന കൂപ്പൺ നറുക്കെടുപ്പ് എന്നിവയും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. സംഗമത്തിനെത്തിയവർക്കായി ഒരുക്കിയ സ്നേഹവിരുന്നോടെയാണ് 15ാമത് അതിരൂപത ദർശന സഭാ സംഗമം സമാപിച്ചത്. ഈ പ്രസംഗം ഒരു ക്രമീകരണത്തിലൂടെ പോവുകയാണ്. അത് കുറേയേറെ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. ക്രിസ്തുവിനുള്ള വിശ്വാസം ഏറ്റവും അമൂല്യമായി കരുതുന്നവരാണ്. അതുകൊണ്ടാണ് വിശ്വാസബന്ധിതയായ ജീവിതം നയിക്കാൻ തീക്ഷ്ണതയോടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പള്ളിക്കുന്ന് അസംഷൻ ഇടവകയെ സംബന്ധിച്ച് ഇന്ന് സുന്ദരമായിട്ടുള്ള ഉപഭോക്തമാണ്. ഒരുപക്ഷെ ഈ ബോർഡ് ഇങ്ങനെയൊരു പരിപാടിക്ക്
ഏറ്റവും ജനനിബിഡമായിട്ട് ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. ബാൽക്കണിക്ക് നിറഞ്ഞു, പുറത്ത് പന്തൽ നിറഞ്ഞു, ഉല്ലാസം നിറഞ്ഞു. ദർശനസഭ അംഗങ്ങൾ ചിലരുടെ എനിക്ക് ബോധ്യമായി. തൃശ്ശൂർ അതിരൂപതയിലെ ദർശനസഭാ സമൂഹത്തിലുള്ള എല്ലാവരിൽ നിന്നും വളരെ സന്തോഷത്തോടുകൂടെ ആഗ്രഹത്തോടുകൂടെ ഇത് സ്വന്തം ഒരു കൂടിച്ചേരലിന്റെ ആവശ്യമാണെന്ന് മനസ്സിലായി ഇവിടെ സംബന്ധിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് നിങ്ങളുടെ ഈ തൃശ്ശൂരിലുള്ള ദർശന സഭയുടെ 15ാം മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ വലിയ സന്തോഷവും അതോടൊപ്പം തന്നെ അഭിമാനവും ഏറ്റവും അനുഗ്രഹദായകമായ മനോഹരമായ ഒരു വലിയ സംഗമത്തിലാണ് നമ്മളൊക്കെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന നിമിഷത്തിലാണ് ഞാൻ ഈ നിമിഷം ഇവിടെ നിൽക്കുന്നത്. ഏറെ സന്തോഷം. നിങ്ങളെ വിട്ട് വിപരീതമായി ഒരു ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുണ്ട് എന്ന് മാത്രമുള്ളൂ. ഇന്നലെ BP കൂടെ എന്തൊക്കെ ഉണ്ടായി, കുറച്ച് നേരം തലകറക്കൊക്കെ ഉണ്ടായി. എന്തായാലും ഈ നിമിഷം വരെ വളരെ സന്തോഷകരമാണ്. അപ്പോൾ എനിക്ക് നമ്മളെല്ലാവരെയും സ്വാഗതം പറഞ്ഞ് വേദിയിലേക്ക് ഒരാൾ കയറ്റിയിരുത്തി നമ്മുടെ അതിരൂപത ദർശന സമൂഹത്തിന്റെ 75 വർഷം 100 വർഷം പൂർത്തീകരിച്ച യൂണിറ്റ് അംഗങ്ങളുടെ മക്കൾക്കായി SSLC +2 എന്നിവയുടെ വിജയം കരസ്ഥമാക്കിയവർക്കും നവോദിക നവസിസ്റ്റേഴ്സ് എന്നീ അംഗങ്ങളെ ആദരിച്ചു. സംഗമത്തിന് ഏറ്റവും കൂടുതൽ അംഗങ്ങളെ പങ്കെടുപ്പിച്ച പുതുക്കാട് എരുമപ്പെട്ടി യൂണിറ്റുകളെ മെമ്മന്റോ നൽകി ആദരിച്ചു. സംഭാവന കൂപ്പൺ കൂടുതൽ വിതരണം ചെയ്ത പുതിയച്ചിറ 150 ബുക്ക്, എരുമപ്പെട്ടി 115 ബുക്ക്, തിരൂർ 100 ബുക്ക് ഈ യൂണിറ്റുകളെ മെമ്മന്റോ നൽകി ആദരിച്ചു. രംഗപൂജ അവതരിപ്പിച്ച വടക്കാഞ്ചേരി യൂണിറ്റ്, സംഘനൃത്തം അവതരിപ്പിച്ച കല്ലൂർ കിഴക്കൻ യൂണിറ്റും ആദരിച്ചു വാങ്ങി. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,590 രൂപയും പവന് 1,16,720 രൂപയും രേഖപ്പെടുത്തി. കുറുംകുഴൽ വിദ്വാൻ കൊടകര മഠത്തിക്കാട്ടിൽ ശിവരാമൻ നായരുടെ ഭാര്യ സുശീലയമ്മ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 3-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ. ലത, ജയൻ എന്നിവർ മക്കളും പ്രകാശൻ, ചഞ്ചല എന്നിവർ മരുമക്കളുമാണ്. വരന്തരപ്പിള്ളി ശ്രാമ്പിക്കൽ കുര്യൻ ഭാര്യ റോസമ്മ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് വരന്തരപ്പിള്ളി വിമല ഹൃദയനാഥ പള്ളിയിൽ. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.